ഹലോ. അപ്പോൾ നമ്മളിതാ ഹോട്ടൽ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷായി ഇതാ വീണ്ടും നമ്മൾ പുറത്തിറങ്ങി. ഇപ്പോൾ സമയം 5 മണിയാണ്. കണ്ടോ, അപ്പോൾ തന്നെ കാണണം ഇവിടെ കുറേ നമുക്ക് റെഡ് ബസ് കാണാം. നമ്മുടെ ഈ ഏരിയയിൽ നമ്മൾ ലണ്ടൻ്റെ മെയിൻ ഏരിയയിൽ തന്നെ ഇപ്പോൾ ഉള്ളത് വാട്ടർലൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 1-2 കിലോമീറ്റർ ചുറ്റളവിലുള്ള നമുക്ക് കാണാൻ പറ്റുന്നൊരു ഏരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോവാം. അതാണ് ഇപ്പം നമ്മളെ പ്ലാന്. ആദ്യം നമ്മൾ പോകാൻ വിചാരിച്ചത് ഇവിടെ ഒരു ബിഗ് ബെൻ എന്ന് പറയുന്ന ഒരു ടവറുണ്ട്. മുകളിൽ ക്ലോക്കൊക്കെ ആയിട്ടുള്ള ഒരു ടവർ ഉണ്ടല്ലോ, നമ്മൾ ലണ്ടനിൽ അടിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ആ ഒരു ബിഗ് ബെന്നിൻ്റെ അവിടെ പോകാമെന്ന് വിചാരിച്ച്. കാരണം ഇവിടുന്ന് 1 കിലോമീറ്റർ ഉള്ളൂ. ഇവിടുന്ന് ഒരു 12-15 മിനിറ്റ് നടക്കാം എന്നുള്ളൂ. നേരെ അവിടെ പോവാം, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. നല്ല തണുപ്പുണ്ട്. നമുക്ക് ഇവിടെ ഒരു വാക്കിംഗ് സ്ട്രീറ്റ് പോലുള്ള ഒരു ഏരിയ കാണാം. 2 ഭാഗത്തും റെസ്റ്റോറൻറ്റും ബാറും അതുപോലെ കോഫി ഷോപ്പൊക്കെ ആയിട്ടുള്ള കളർഫുൾ ബിൽഡിങ്ങും. In 70 meters, turn right onto the path. ആളുകളൊക്കെ വരുന്നുള്ളൂ എന്നാണ് തോന്നുന്നത്. സ്ട്രീറ്റ് ആർട്സ്. ഇത് എന്താണ് ഈ മതിലിൻ്റെ മുകളിലൊക്കെ കണ്ടില്ലേ, കംപ്ലീറ്റ് പെയിന്റ് അടിച്ചിട്ട് ഡിസൈനാണ്, കളർഫുൾ. ഇതെന്താ വെച്ചാല് നോക്ക്, ഒരു ഏരിയ പോലും ബാക്കിയില്ല അല്ലേ അവിടെ പെയിന്റ് അടിക്കാത്ത. ഉണ്ടോ ഈ മതിലിന്റെ മുകളിലുണ്ട്, ഈ ഹാൻഡ് റെയിലിന്റെ മുകളിലുണ്ട്. And 150 meters, cross station approach road and continue straight on. കംപ്ലീറ്റ് സ്റ്റുഡൻസ് ആണ്, അതേമാതിരി ടീനേജേഴ്സും. ഇവിടെയൊക്കെ കണ്ടോ മതിലിന്റെ മുകളിൽ. ഇത് പോവാം. ആർക്കറിയാം, സെന്റ് ഓഫ് ഇറ്റ് ആണോ? ഇവിടെയൊക്കെ ഉണ്ടോ ഒരു സോനി ഷോപ്പൊക്കെ കാണാം. ഡബിൾ ഡെക്കർ ബസ് വല്ലാത്തൊരു ഭംഗിയാണ്. അവിടെ കാണുന്നുണ്ടല്ലോ, അതാണ് ആ ബിഗ് ബെൻ എന്ന് പറയുന്നത്, ഒരു ക്ലോക്ക് ടവർ. ഇപ്പോൾ ലണ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പിക്ചറൊക്കെ മിക്കവാറും കാണില്ലേ. ചില ഇതിൽ കയറണ്ടേ നമുക്ക് സൈറ്റ് സീയിങ് ഈ ബസ്സിൽ കയറണ്ടായിരിക്കാം. ഏതായാലും എടുത്തിട്ടുണ്ടായിരുന്നല്ല, പിന്നെ രസം നമുക്ക് ആറാം. നമ്മളിപ്പോൾ എത്തിയതാ കണ്ടോ, തേംസ് റിവറിൻ്റെ അവിടെ എത്തി. തേംസ് റിവറിൻ്റെ സൈഡിൽ കാണാം ലണ്ടനായി. കണക്കുണ്ടല്ലേ. റിവർ ക്രൂയിസുകളൊക്കെ കാണുന്നുണ്ട്. നമുക്ക് റിവർ ക്രൂയിസ് ഉണ്ട്, അത് 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ തന്നെ വേണ്ട, ഈവനിങ്ങിലാവുമ്പോൾ ക്ലൗഡ് കൂടുന്നത്, നല്ല തണുപ്പും കൂടുന്നത്. അപ്പോൾ അകത്ത് നല്ല ഭംഗിയുണ്ടല്ലോ, കുറേ ബിൽഡിങ് ആ തേംസ് റിവറിൻ്റെ. എനിക്ക് പ്രശ്നമില്ല, എങ്ങനെ ഉണ്ടാവും. ഏകദേശം ജാക്കറ്റ് വരില്ലിട്ടത്. എസ്റ്റല് കണ്ടില്ല, ഇവിടെ ഫോട്ടോ എടുത്ത് കൊടുക്കുക ഓരോരുത്തരെ. എസ്റ്റല് കൊടുത്ത ക്യാമറാമാനാ. ഇവിടുത്തെ ഒരു മെയിൻ ആയിട്ടുള്ള പോയിന്റ് കേട്ടോ ഈ ലണ്ടനിൽ വന്ന് കഴിഞ്ഞാൽ ഈ ബിഗ് ബെൻ എന്ന് പറയുന്ന ഈ ഒരു ക്ലോക്ക് ടവറിൻ്റെ അവിടെ വന്നിട്ട് ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കണ കാണാം. ഈ ബ്രിഡ്ജിൻ്റെ ഒരു ഭാഗത്ത് ലണ്ടനായി, മറ്റേ ഭാഗത്ത് കാണിച്ചിട്ടേ അടിപൊളി.
എന്താ തണുപ്പില്ലേ, നല്ല തണുപ്പുണ്ട്. ഇത് 6 മണിയായപ്പോ ബിഗ് ബെന്നിൽ നിന്ന് നമ്മളെ മണി അടിക്കുന്നുണ്ട്. ആയി കേട്ടോ, ബെല്ലിന്റെ ശബ്ദം കേട്ടില്ലേ അമല? അല്ല, ചാർച്ചടുത്ത് എന്താണിത്? ഇതെന്ത് ബിൽഡിംഗ് അത്? ചാർച്ചാണ്. ഇവിടെയൊക്കെ നമുക്ക് കാണാം അണ്ടർഗ്രൗണ്ട് ഉണ്ടോ. വെസ്റ്റ് മിനിസ്റ്റർ സ്റ്റേഷൻ ആണിത്. വെസ്റ്റ് മിനിസ്റ്റർ സ്റ്റേഷന് അതിന് വരിക്കാണ് കേട്ടോ. അവിടെ ഫോട്ടോ എടുക്കാൻ ആളുകൾ വരിക്കാണ് കേട്ടോ. ഇവിടെ കാണാം ഈ ഒരു ടെലിഫോൺ ബൂത്ത്, അതിന് ഫോട്ടോക്കും വേണ്ടി വരി നിൽക്കുന്നുണ്ട് ആളുകൾ ഒക്കെ വരിക്കാണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ബിഗ് ബെന്ന് കിട്ടാനും വേണ്ടിയിട്ടാണ്. നല്ല അടിപൊളി ഫോട്ടോ കിട്ടും. പക്ഷെ നമുക്ക് എന്തായാലും ഒരു അരമണിക്കൂർ ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരും അവിടെ. തണുപ്പ് കൂടി വരുന്ന നല്ല തണുപ്പുണ്ട്. നമ്മൾ ആ വെസ്റ്റ് മിനിസ്റ്ററിൻ്റെ ആ ബിഗ് ബെന്നിൻ്റെ അവിടെ നിന്ന് ഒരുപാട് ഫോട്ടോ ഒക്കെ എടുത്ത് ഇനിയിപ്പോൾ നേരെ പോകുന്നത് ബക്കിംഗ്ഹാം പാലസ്. ഇവിടുന്ന് 1 കിലോമീറ്ററാണ് കാണിക്കുന്നത് ബക്കിംഗ്ഹാം പാലസ്. ക്വീൻ എലിസബത്ത് രാജ്ഞിയുടെ ബക്കിംഗ്ഹാം പാലസ്. ഓ, കാണാത് വലിയൊരു ഗാർഡൻ കാണാൻ. എനിക്ക് തോന്നുന്നത് ആ ബക്കിംഗ്ഹാം പാലസിൻ്റെ പാർട്ടായിട്ടുള്ള ഗാർഡനാണ് തോന്നുന്നത്. ഒരുപാട് ആൾക്കാർ ജോഗിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. നല്ല വലിയ ഗാർഡനാട്ടോ. ഇതൊക്കെ ബക്കിംഗ്ഹാം പാലസിൻ്റെ പാർട്ടാണെന്നാണ് തോന്നുന്നത്. ഉള്ളിൽ നമുക്ക് ഇതൊക്കെ ഫോണിനൊക്കെ കണ്ട തണുപ്പ് നന്നായിട്ടൊന്ന് വാമാക്കാലോ ജോഗിങ് ചെയ്തിട്ട്. ഇവിടെ ഇങ്ങനെ ഒരു ഫോണ് മുപ്പര കയ്യിലാണ്. ഇതെന്താ മേലെ ആ ടുളിപ്പോക്ക്? ഇതൊക്കെ ടുളിപ്പാണ്. ഓ ഇതാ ഇവിടെ ഇതൊക്കെ ടുളിപ്പല്ലേ? നല്ല കളർഫുൾ എല്ലോ. എന്ത് ഭംഗിന്നറിയോ. ആയി നമുക്ക് നേരാണ് പോകേണ്ടത്. നേരാണ് ബക്കിംഗ്ഹാം പാലസ്. കമോൺ അതാണ് അവിടാണ് കാണിക്കുന്നത് ബക്കിംഗ്ഹാം പാലസ്. road and continue straight on. അതോ അവിടെ മാരത്തോണോ ഇപ്പോൾ കണ്ടില്ലേ ബക്കിംഗ്ഹാം പാലസ്. ഇവിടെ കംപ്ലീറ്റ് ഇപ്പോൾ പൂട്ടിക്കെടുക്കണം. ചിലപ്പോൾ മാർച്ച് പാസ്റ്റ് ഒക്കെ ഉണ്ടാവലുണ്ട്. അപ്പോൾ അത് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അപ്പം ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. പക്ഷെ ഇവിടെ അതൊന്നും കാണുന്നില്ല. ചിലപ്പോൾ സ്പെഷ്യൽ ഡേയ്സിലൊക്കെ ചിലപ്പോൾ അതുണ്ടാവാം. ക്വീൻ എലിസബത്തിൻ്റെ കൊട്ടാരം. ആള് മരിച്ചുപോയില്ലേ 2020 കുറച്ച് മുമ്പ് മരിച്ചുപോയി.
അകത്തൊരു മനുഷ്യനില്ല. ഇവിടൊക്കെ ഇടയ്ക്ക് മാർച്ച് പാസ്റ്റ് ഒക്കെ ഉണ്ടാവലുണ്ട്. ഇങ്ങനെ എനിക്ക് തോന്നുന്ന ചില പ്രത്യേക ദിവസങ്ങളിൽ എനിക്ക് ഉണ്ടാവാം. അതിൻ്റെ ആളുണ്ട് അവിടെയൊക്കെ, ഉള്ളിലൊക്കെ ലൈറ്റ് കത്തുന്നുണ്ട് മുകളിലൊക്കെ. പാലസിൻ്റെ കുറച്ച് വിട്ട് നിൽക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഫുൾ വ്യൂ ഇവിടെ കിട്ടുന്നത്. നമുക്ക് കാണാം അവിടെയൊക്കെ ഇങ്ങനെ കുറേ ഗാർഡന്. അപ്പോൾ ഇതാണ് ബക്കിംഗ്ഹാം പാലസ്. എലിസബത്ത് രാജ്ഞിയുടെ കൊട്ടാരം എന്ന് പറയും. എലിസബത്ത് രാജ്ഞിയുടെ മകനാണ് ചാൾസ് ഇല്ലേ, ചാൾസ് രാജകുമാരൻ. ഈ ബക്കിംഗ്ഹാം പാലസിൻ്റെ കാണാം, അവിടെയൊക്കെ കാണാം വലിയ ഗാർഡൻ്റെ ഒരു ഏരിയ ആണ്. അവിടെയൊക്കെ കാണാം ഗാർഡൻ. പിന്നെ ഫ്രണ്ടിൽ തന്നെ വലിയ സ്കൾപ്ചേഴ്സ് ഒക്കെ കാണാം. തണുക്കില്ലേ? ഒരു തണുത്ത് തെറിച്ചുണ്ട്. 7:30 മണിയായി. Turn left on Birdcage Walk. തീരെ കിടന്നിട്ടില്ലല്ലോ. നമ്മൾ നേരെ ഇനി ഫുഡ് കഴിക്കണം. നമ്മളെ വാട്ടർലോ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് ഉള്ളത്. അത്യാവശ്യത്തിനുള്ള മക്ഡൊണാൾഡ്സ്, KFC അങ്ങനത്തെ ഒക്കെ വാട്ടർലോ In 800 meters, bear left onto the pavement. അങ്ങോട്ടൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കറക്കെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഹോട്ടലിൻ്റെ മുമ്പിൽ തന്നെ നമ്മളെത്തി. ഇപ്പോൾ സമയം 8:15. ഇവിടെ ഏകദേശം സൺസെറ്റൊക്കെ ആയി, നല്ല തണുപ്പ് കൂടി. നമ്മൾ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചില്ല, നമ്മൾ പാർസലും കൂടെ വാങ്ങിച്ചതാണ് അല്ലേ. ഏതായാലും നമ്മളെ റൂമിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ച്. കാരണം അവിടെ നല്ല ആളുകളുണ്ടതിനെ കൊണ്ട് സീറ്റിംഗ് കുറവാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനിയിപ്പോൾ റൂമിൽ പോവാം, തിന്നാം, ഫ്രഷ് ആവാം, കിടക്കാം അല്ലേ. ബാക്കി നാളെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്റ്റോണഞ്ച് ഉണ്ടല്ലോ, സ്റ്റോണഞ്ച് വിസിറ്റ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ട്രെയിൻ എടുത്ത് സാലിസ്ബറി എന്ന് പറയുന്ന സ്ഥലത്ത് പോകണം. അവിടുന്ന് വേണം നമ്മൾ സ്റ്റോണഞ്ച് എന്നുള്ള സ്ഥലത്തേക്ക് പോകാൻ. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്കത് അടുത്തതിൽ കാണാം അല്ലേ. അപ്പോൾ ഏതായാലും ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ അതുവരെ ടേക്ക് കെയർ, ബൈ.